നമസ്കാരം. ശനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴും പലരും ഭയത്തോടെയാണ് നോക്കിക്കാണുക. കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ ശനി നൽകുന്നു എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. എന്നാൽ ശനി ഗുണകരമായ ഫലങ്ങളും നൽകുന്നതാണ്. കർമ്മഫലം അനുസരിച്ച് ഫലങ്ങൾ നൽകുന്ന ദേവൻ കൂടിയാണ് ശനിദേവൻ. എന്നാൽ ശനിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശനിയുടെ മാറ്റം വളരെയധികം ഭയത്തോടെ തന്നെ നോക്കിക്കാണുന്നവരാണ് പലരും. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ശനി സഞ്ചരിക്കുന്നത് കുംഭം രാശിയിലാണ്. എന്നാൽ ജൂൺ 29 കുംഭത്തിൽ നിന്നും വക്രഗതിയിൽ ശനി നീങ്ങി തുടങ്ങുന്നതാകുന്നു. കുംഭം രാശിയിൽ ഇത്തരത്തിലൊരു സംഭവം 30 വർഷങ്ങൾക്ക് ശേഷമാണ് സംഭവിക്കുന്നത്. അടുത്ത വർഷം ശനി മീനം രാശിയിൽ പ്രവേശിക്കുന്നതുമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ വർഷം കുംഭം രാശിയിൽ ശനിയുടെ വക്രഗതി സഞ്ചാരം ജ്യോതിഷപരമായി നോക്കുകയാണ് എങ്കിൽ വളരെയധികം പ്രാധാന്യമുള്ളതായി കണക്കാക്കപ്പെടുന്നതാണ്. ശനിഗ്രഹം വക്രഗതിയിലായിരിക്കുമ്പോൾ അതിൻ്റെ ദോഷഫലങ്ങൾ വർദ്ധിക്കുമെന്ന് ജ്യോതിഷത്തിൽ എടുത്ത് പരാമർശിക്കുന്നതായ ഒരു കാര്യം കൂടിയാകുന്നു. ശനിയുടെ പ്രതിലോമചലനം നവംബർ 15 വരെ നീണ്ടു നിൽക്കുന്നതുമാണ്. അടുത്ത 5 മാസക്കാലം ശനിദേവൻ എതിർദിശയിൽ സഞ്ചരിക്കുന്നതാകുന്നു. ശനിയുടെ ഈ പിന്തിരിപ്പൻ ചലനത്തിലൂടെ ചില നക്ഷത്രക്കാർക്ക് അതീവ ദോഷകരമാണ് എന്ന് പറയാം. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കടന്ന് വരുന്നതാണ്. കുടുംബത്തിലും ദാമ്പത്യ ജീവിതത്തിലും ഉയർച്ച താഴ്ചകൾ വന്നു ചേരാം. പല പ്രശ്നങ്ങളുമാണ് ഇവർക്ക് വന്നു ചേരുക. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ശനി മൂലം ഇത്തരത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് മകീരം നക്ഷത്രമാകുന്നു. മകീരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ദോഷകരമായ സമയമാണ് എന്ന് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ശനി മൂലം പല കാര്യങ്ങളിലും പിന്നോക്കം പോകുവാനുള്ള സാധ്യതകളുണ്ട്. ആത്മവിശ്വാസം കുറയുന്നതായ സമയമാണ് വന്നു ചേരുക. കൂടാതെ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ചില ദോഷകരമായ ഫലങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. മറ്റുള്ളവർ നിങ്ങൾക്ക് നൽകുന്നതായ ബഹുമാനം കുറയുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, ജോലിസ്ഥലത്ത് പ്രശ്നങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതുമാണ്. കൂടാതെ ഈ സമയം പല സുവർണാവസരങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് വരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം ലഭിക്കുവാൻ കഠിനാധ്വാനം ചെയ്യേണ്ടതായ അവസ്ഥയാണ് വന്നു ചേരുക. അതിനാൽ തന്നെ ബിസിനസ് ചെയ്യുന്നവർ വളരെ ശ്രദ്ധ പുലർത്തുക. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചില വിഷയങ്ങളിൽ പങ്കാളിയുമായി ബന്ധപ്പെട്ട് തർക്കത്തിനുള്ള സാധ്യതകളുണ്ട്. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. എന്നിരുന്നാൽ പോലും ഒരു 75% വ്യക്തികൾക്കും ഇതവരുടെ ജീവിതത്തിൽ ബാധകമാകുന്ന ഫലങ്ങൾ തന്നെയാകുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ പലരുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. കൂടാതെ ഈ സമയം മാനസികപരമായ സമ്മർദ്ദങ്ങൾ ഏറുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ധനനഷ്ടം പോലും സംഭവിക്കാം. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാകുന്നു. പുണർദം നക്ഷത്രക്കാർക്കും ഈ സമയം ശുഭകരമല്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം പണം ആർക്കെങ്കിലും കടം കൊടുക്കുകയാണ് എങ്കിൽ തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കുറവാണ്. കൂടാതെ കുടുംബത്തിലെ പല രഹസ്യങ്ങളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും അത് നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ ദോഷകരമായി ഭവിക്കുന്നതുമാണ്. അതിനാൽ അത്തരം കാര്യങ്ങൾ പുറമെ പരാമർശിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ബഹുമാനത്തിന് അല്പം കുറവ്, ഇടിവ് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം പ്രശസ്തി കളങ്കപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ വളരെയധികം പുലർത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ശ്രദ്ധാപൂർവം പ്രവർത്തിക്കണം എന്ന് തന്നെ നിസ്സംശയം പറയാം. ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ടും മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പരാജയങ്ങൾ നേരിടുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. സമയത്ത് തന്നെ പല ജോലികളും പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ചു എന്ന് വരാം. അതിനാൽ തന്നെ ഈ സമയം അധ്വാനിച്ചാലും പല കാര്യങ്ങളിലും ശരിയായ രീതിയിലുള്ള ഫലങ്ങൾ ലഭിക്കാത്തതായ അവസ്ഥയും വന്നു ചേരും.
ആരോഗ്യപരമായി അനുകൂലമല്ല സമയം. ആരോഗ്യത്തെ ബാധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തണം. കാരണം ചതിവ് സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ശ്രദ്ധാപൂർവം തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. തീർച്ചയായും ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ പല ദുരിതപൂർണമായ അവസ്ഥയെയും തരണം ചെയ്യുവാൻ സാധിക്കും. പറയുന്നത് പൊതുഫലപ്രകാരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വിശദമായ പരിഹാരങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ പിന്നീട് പരാമർശിക്കുന്നതാകുന്നു. ഈ സമയം വളരെ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമല്ല എന്ന് തന്നെ പറയാം. ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം നിങ്ങൾക്ക് ദോഷമേ നൽകൂ. ഈ സമയം ചെലവുകൾ വളരെയധികം ഉയരുവാനുള്ള സാധ്യതകളുണ്ട്. അമിതമായ ചെലവുകൾ വന്നു ചേരാം. അനാവശ്യ ചെലവുകളും വന്നു ചേരാം. കൂടാതെ ഈ സമയം വായ്പ എടുക്കേണ്ടതായ അവസ്ഥ പോലും വന്നു ചേരും. കൂടാതെ ജോലി സമ്മർദ്ദം വർദ്ധിക്കുന്നതാകുന്നു. കൂടാതെ ഈ സമയം ജോലി നഷ്ടപ്പെടുവാനോ ജോലിയുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരുകയും മനസമാധാനം നഷ്ടപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ജോലി മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും എന്നാൽ അത് തടസ്സങ്ങൾ മൂലം ശരിയായ രീതിയിൽ നടക്കാത്തതായ അവസ്ഥയും വന്നു ചേരും. അതിനാൽ അല്പം കാത്തിരിക്കേണ്ടതായി വരാം. ധനപരമായ നഷ്ടങ്ങൾ സംഭവിക്കാം. അത് പല വ്യക്തികളുമായി ബന്ധപ്പെട്ടുമാകാം. ഈ സമയം എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് മൂലം ദോഷകരമായ ഫലങ്ങളും വന്നു ചേരാം. കൂടാതെ പല ബന്ധങ്ങളിലും വിള്ളലുകൾ വീഴുവാനുള്ള സാധ്യതയുണ്ട്. പങ്കാളിയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ വർദ്ധിക്കുകയോ അല്ലെങ്കിൽ വന്നു ചേരുവാനുള്ള സാധ്യതകളുമുണ്ട്. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടതാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാതെ തന്നെ നഷ്ടങ്ങൾ സംഭവിക്കാം. അതിനാൽ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ വളരെയധികം ശ്രദ്ധ പുലർത്തുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനമായും ധനപരമായ പ്രയാസങ്ങളും അതേപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളും അപകട സാധ്യതകളും വന്നു ചേരാം. വിദ്യയുമായി ബന്ധപ്പെട്ടും ചെറിയ തടസ്സങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. അതിനാൽ ഈ സമയം വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. പരിഹാരങ്ങളെക്കുറിച്ച് വീഡിയോയിൽ പിന്നീട് പരാമർശിക്കുന്നതാണ്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാകുന്നു. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ദോഷകരമായ ഒരു സമയമാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം ശനി വക്രഗതിയിൽ നീങ്ങാൻ പോകുന്നു എന്നത് നിങ്ങൾക്ക് ദോഷകരമായ ഫലം നൽകുന്നതായ കാര്യമാകുന്നു. പ്രധാനമായും ആരോഗ്യ കാര്യത്തിൽ വളരെ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം അത് നിങ്ങൾക്ക് വളരെ ദോഷമായി ഭവിക്കുന്നതുമാണ്. കൂടാതെ ഈ സമയം രോഗങ്ങൾ പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങളെ ബാധിക്കുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. നിയമപരമായ കാര്യങ്ങളിൽ നിന്നും ഈ സമയം അത്ര അനുകൂലമായ കാര്യങ്ങൾ ലഭിക്കണം എന്നില്ല. വ്യവഹാരങ്ങളിൽ പരാജയങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അനാവശ്യമായ പല രീതിയിലുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. ജോലിയുമായി ബന്ധപ്പെട്ട് ഉയർച്ച താഴ്ചകൾ സംഭവിക്കാം. ജോലി നഷ്ടപ്പെടുകയോ മനസമാധാനം നഷ്ടപ്പെടുകയോ സംഭവിക്കാവുന്നതുമാണ്. ഈ സമയം ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലും വളരെ ജാഗ്രത നിങ്ങൾ പുലർത്തി മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. എതിരാളികളുമായി ബന്ധപ്പെട്ട് വളരെയധികം മത്സരം നിങ്ങൾക്ക് നേരിടേണ്ടതായി വരാം. കുടുംബജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ നിങ്ങൾക്ക് വന്നു ചേരും. മാനസികപരമായ പിരിമുറുക്കങ്ങൾ നേരിടേണ്ടതായ അവസ്ഥയും വന്നു ചേരാം. ധനപരമായ നഷ്ടങ്ങൾ സംഭവിക്കുക, നൽകിയതായ കടം തിരികെ ലഭിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. ധനപരമായ നഷ്ടങ്ങൾ സംഭവിക്കുന്നതിനാൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധ പുലർത്തുക. ജോലിയുമായി ബന്ധപ്പെട്ടും വിദ്യയുമായി ബന്ധപ്പെട്ടും ശ്രദ്ധ പുലർത്തുക. ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നതിനോടൊപ്പം തന്നെ വാഹനാപകടത്തിനും മറ്റ് അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. അതിനാൽ ആ കാര്യങ്ങളും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്ന മാനസിക പിരിമുറുക്കങ്ങൾ അത് ശരിയായ രീതിയിൽ തരണം ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ധനപരമായ നഷ്ടങ്ങൾക്കുള്ള സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. പരിഹാരങ്ങളെക്കുറിച്ച് വീഡിയോയിൽ പിന്നീട് പരാമർശിക്കുന്നതാണ്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം. അനിഴം നക്ഷത്രക്കാർക്കും അത്ര ശുഭകരമല്ല കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുക.
ഈ സമയം അനാവശ്യമായ ചെലവുകൾ വന്നു ചേരും. ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം നിങ്ങൾക്ക് ദോഷമേ നൽകൂ. അനാവശ്യമായ യാത്രകൾ വേണ്ടിവരും. കൂടാതെ ഈ സമയം വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതം മെച്ചപ്പെടുത്താനായി നിങ്ങൾ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് പരാജയത്തിൽ കലാശിക്കും എന്ന കാര്യം ഓർക്കുക. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള തർക്കങ്ങൾ, പ്രശ്നങ്ങൾ വലുതാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാകുന്നു. കൂടാതെ ഈ സമയം ധാരാളമായി പരിശ്രമങ്ങൾ നടത്തിയാലും പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കത്തിനുള്ള സാധ്യതകളുണ്ട്. മനസമാധാനം നഷ്ടപ്പെടുന്നതായ അവസ്ഥ വന്നു ചേരും. വീട്ടിലെ സമാധാനപൂർണമായ അന്തരീക്ഷം നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. പല ബന്ധങ്ങളിലും വിള്ളൽ വീഴുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. പലരോടും രഹസ്യങ്ങൾ പറയുകയും അത് തിരിച്ചടി ലഭിക്കുന്നതായ അവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരും. അതിനാൽ രഹസ്യങ്ങൾ പറയാതിരിക്കുന്നതാണ് ഈ സമയം ശുഭകരം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏതെല്ലാം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ സംഭവിച്ചിരുന്നോ ആ കാര്യങ്ങളിൽ അല്പം മങ്ങൽ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. വാഹനാപകടത്തിനും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. അതിനാൽ ഈ സമയം ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. കൂടാതെ ഈ സമയം ശനിയുമായി ബന്ധപ്പെട്ട് ദോഷഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനാൽ പ്രധാനമായും ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ ഏതൊരു കാര്യവും അത് ശരിയാണോ എന്ന് പൂർണ്ണമായും ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കുടുംബാംഗങ്ങളുടെ ആരോഗ്യ കാര്യവുമാകുന്നു. ആ കാര്യവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ജോലി മാറുവാൻ ആഗ്രഹിക്കുന്നവർക്കും പുറത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമല്ല സാഹചര്യം എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. മറ്റു പല ചിന്തകളും മനസ്സിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. അത്തരം ചിന്തകൾ ശരിയായ ആലോചനകൾ ആവശ്യമായിട്ടുള്ളതാണ് എന്ന കാര്യവും ഓർക്കുക. എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടുള്ളതല്ല. ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും പരമശിവനെ ഈ സമയം ഭജിക്കുക. കൂടാതെ ഹനുമാൻ സ്വാമിയെയും ഭജിക്കുക. കാരണം ശനിദേവന്റെ ഗുരുസ്ഥാനീയനാണ് ഹനുമാൻ സ്വാമി. അതിനാൽ സ്വാമിയെ ഭജിക്കുന്നതും ശുഭകരമാണ്. കൂടാതെ ഈ സമയം ഗണപതി ഭഗവാനെയും ശാസ്താവിനെയും ഭജിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. അതിനാൽ തന്നെ ഈ സമയം ഈ ദേവതകളുടെ മന്ത്രങ്ങൾ ജപിക്കുകയും ഈ ദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ദോഷഫലങ്ങളെ ഒഴിവാക്കുവാൻ സഹായകരമാണ്, അഥവാ കാഠിന്യം കുറയ്ക്കുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഓർക്കുക. പ്രധാനമായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പരമശിവന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക. പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അതോടൊപ്പം തന്നെ മഹാമൃത്യുഞ്ജയ മന്ത്രവും ജപിക്കുക. കൂടാതെ ശാസ്താവിനെ എള്ളുതിരി കത്തിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. പ്രത്യേകിച്ചും ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും രാത്രി സമയങ്ങളിൽ ഹനുമാൻ ചാലിസ കേൾക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്യുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക.